40 വർഷക്കാലം ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ഒരു വർഷം മുമ്പ് ഞാൻ ആ കടമ്പ കടന്നു. അതിനൊരു വർഷം മുമ്പ് ഒരുപക്ഷെ പ്രിയദർശൻ ആ കടമ്പ കടന്നു. അതിനും ഒരു വർഷം മുമ്പ് സത്യനന്ദിക്കാട് ആ കടമ്പ കടന്നു. ഇപ്പോൾ കമലും ആ കടമ്പയിലെത്തി നിൽക്കുകയാണ്. ഇത്രയധികം 40 വർഷം നിന്നുകൊണ്ട് ഇത്രയധികം സിനിമ ചെയ്യുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകുമോയെന്നും നമുക്കറിയില്ല. കാരണം സിനിമയുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരുപാട് പുതിയ ആൾക്കാർ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കമൽ 1986 നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഴുനീർ പൂവുകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് കടന്നു വന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ താരതമ്യേന അത്ര പ്രശസ്തരല്ലാത്ത അഭിനേതാക്കളുമായിട്ടാണ് സിനിമ ചെയ്തു തുടങ്ങിയത്. മുകേഷ് സിനിമയിലേക്ക് എത്തി തുടങ്ങുന്ന കാലമാണ്. ശ്രീനിവാസൻ, ജഗദീഷ് തുടങ്ങിയവരൊക്കെ അവരുടെയൊക്കെ തുടക്കകാലമാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ളൊരു പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഞാൻ ആദ്യത്തെ സിനിമ അങ്ങനെയുള്ള ചെറിയ ആൾക്കാരെ വെച്ചൊരു പുതിയ സംവിധായകൻ ചെയ്യുന്നത്. പക്ഷേ കമലിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചൊരു ഭാഗ്യം മോഹൻലാലിനെ പോലുള്ളൊരു അക്കാലത്തെ മോഹൻലാലിൻ്റെ തുടക്കകാലം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ താര പദവിയിലേക്ക് എത്തിയ ശേഷം, ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തെ പണ്ട് നടനെ വെച്ച് ആദ്യ ചിത്ര സംവിധാനം ചെയ്യാൻ കഴിയുക, അതും ശ്രീ സായി പ്രൊഡക്ഷൻസ് പോലെയുള്ള ഒരു വലിയ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് വലിയ കാര്യമാണ്. സിനിമയിൽ എത്തുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധായകരാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ കാണാതെ അറിഞ്ഞവരാണ്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഞാൻ നവോദയയിലാണ്. ഞാൻ നവോദയയിലെ സഹസംവിധായകനായിട്ട് അവിടെ തുടങ്ങിയതാണ്. അപ്പം അത് ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് നവോദയ സ്റ്റുഡിയോ ഉള്ളത്. അപ്പം മിക്കവാറും ആലപ്പുഴയിലുള്ളപ്പോൾ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഷൂട്ടിംഗ് എവിടെയാണോ അവിടെ പോയി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ പോകാറുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായിട്ട് മദ്രാസിലേക്ക് പോകും. മദ്രാസിൽ പോയാലും ഒന്നെങ്കിൽ നവോദയയുടെ ഗസ്റ്റ് ഹൗസിലായിരിക്കും താമസം, അല്ലെങ്കിൽ അവിടെ തിരക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ഇടത്തരം ലോഡ്ജുകളിലോ ഹോട്ടലുകളിലൊക്കെ ആയിരിക്കും താമസിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോടമ്പക്കത്തിൻ്റെ പറഞ്ഞു കേൾക്കുന്ന പൈപ്പും ചോട്ടിൻ്റെ വെള്ളം കുടിച്ചും അലഞ്ഞും കഷ്ടപ്പെട്ടും നടന്നൊരു കഥ പറയാൻ എനിക്കില്ല. പക്ഷെ കമൽ ആ കോടമ്പക്കത്തിൻ്റെ കടുത്ത വേനലിലൂടെ പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും പരുക്കനായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് സിനിമയിൽ എത്തിപ്പെടുകയും ഇന്ന് ഈ ഒരു 40 വർഷത്തിന് ശേഷം നമ്മളിന്ന് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നത്. ഞങ്ങൾ തമ്മിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാതെ പരിചയപ്പെട്ടവരാണ്, കേട്ട് പരിചയപ്പെട്ടവരാണ്. അതിൻ്റെ ഒരു കാരണം കമൽ ഞാൻ അന്ന് നവോദയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് കമലും സേതു സാറിൻ്റെ കൂടെയും മറ്റ് മലയാളത്തിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട ഭരതേട്ടൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ എനിക്കൊന്ന് സേതു സാറിൻ്റെ മറ്റൊരു പടത്തിലാണ് കമൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സുകുമാരി ചേച്ചി ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സിബി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ സംവിധായകരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ആ എടുക്കാൻ പോകുന്ന സീനിനെ കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിബി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കമൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കമലിന് മനസ്സിലായി കമലിനെ ഉദ്ദേശിച്ചിട്ടാണ് എൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കമൽ ചേച്ചി എന്താ ഇങ്ങനെ എന്നെ വിളിക്കുന്നത് ചോദിച്ചപ്പോൾ ചോദിച്ചോ, അയ്യോ മോനെ തെറ്റിപ്പോയി, ഞാനിപ്പം നവോദയയുടെ ഒരു പടത്തിൻ്റെ സെറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് 1.5 മാസമായിട്ട് ഞാനിങ്ങനെ അവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സിബി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ ആ ഓർമ്മയിലെങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെയാണ് കമൽ എന്നെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പിന്നീട് എൻ്റെ അടുത്ത് കമൽ പറഞ്ഞിട്ടുണ്ട്.
പിന്നീട് ചേച്ചിയും എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കമൽ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ആയിട്ട് ഞാൻ സിബിയുടെ പേരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം കേട്ട് പരിചയപ്പെട്ടവരാണ്. പിന്നീട് നവോദയ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞാനന്ന് പടയോട്ടം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഏതാണ്ട് 3 മാസത്തോളം നീണ്ട, അത് 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക്കിലൊക്കെ റെക്കോർഡ് ചെയ്ത സിനിമയാണ്. അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങുമായിട്ട് തന്നെ 3 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ താമസിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സിനിമാ പ്രവർത്തകർ മറ്റ് സിനിമകളുടെ ആവശ്യങ്ങളായിട്ടൊക്കെ അവിടെ വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ സമപ്രായക്കാരനെ ഒരാൾ, ഒരു സ്ലാക്ക് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് ഓടി നടന്ന് ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ, എന്നെപ്പോലെ ഒരാളപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു അതാണ് കമൽ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു കേട്ട കമലിനെ കാണുന്നത് അവിടെയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ അന്നും പരിചയപ്പെട്ടില്ല. പിന്നീട് ഞങ്ങൾ പരിചയപ്പെടുന്നത് സിനിമയിലെത്തിയ ശേഷമാണ്. പക്ഷേ സിനിമയിലെത്തിയ ശേഷം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ അതിലേറ്റവും അടുത്ത് ഒരുപാട് സഹപ്രവർത്തകർ, സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകരുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ സൗഹൃദം ഞങ്ങളുടെ ഇടയിലാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഇരുവർക്കും അറിയാവുന്ന കാര്യം. ഞങ്ങളുടെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സത്യനും പ്രിയനും ഞാനും കമലും അടങ്ങുന്ന ഒരു തലമുറയ്ക്ക് മുമ്പ് ജോർജ് സാറും ഭരതേട്ടനും മോഹൻ സാറും ഒക്കെ അടങ്ങുന്ന ഒരു ജനറേഷന് ശേഷം പിന്നീട് വരുന്ന ഒരു അടുത്ത തലമുറ സംവിധായകരായിരുന്നു ഞങ്ങൾക്ക് ശേഷവും പിന്നീട് പുതിയ തലമുറകൾ വന്നിട്ടുണ്ട്. പക്ഷേ അക്കാലത്തുണ്ടായിരുന്ന പരസ്പരമുള്ള ഒരു സൗഹൃദം, ഒരു ബന്ധം, പരസ്പരം ബഹുമാനം കലർന്ന ഒരു സഹവർത്തിത്വം ഇപ്പോഴുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അക്കാലത്ത് വളരെ തീക്ഷ്ണമായിരുന്നു. കാരണം അന്ന് വളരെ കുറച്ച് പേരെ സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം തമ്മിൽ തന്നെ വളരെ ആഴത്തിലുള്ള സൗഹൃദമുണ്ടായിരുന്നു. പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സിനിമ കാണുകയും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയും മറ്റൊരാളുടെ സിനിമയുടെ കഥകൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമായി കൂടിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സൗഹൃദം ആ കാലത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ആരോഗ്യകരമായ ഒരു സൗഹൃദം നിലനിന്നിരുന്നൊരു കാലഘട്ടമാണ്.